സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭയിൽ ചർച്ച. രാവിലെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി എം ജോൺ ധനപ്രതിസന്ധി പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ട്രഷറി പൂട്ടിയതിന്റെ തുല്യമാണ് നിലവിലെ അവസ്ഥയെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റോണി പറഞ്ഞു. ഇപ്പോൾ കെൻ ബാലഗോപാൽ സഭയിൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് 24,000 കോടിയാണ്. സാർ, കണക്ക് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ആ 21,000 കോടി ഈ വർഷം നമുക്ക് 3.8% ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് കിട്ടേണ്ടത് അത്രയായിരുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇത് നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷനകത്ത് എഴുതിയ ആ 21,000 കോടി ഇപ്പൊ ഇങ്ങ് താ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നിങ്ങളായാലും ഞാനായാലും ആ കത്തിനകത്ത് ഇപ്പത്താന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത് നോഷണൽ ആയിട്ടുള്ള ഇൻകോ അല്ല, റൈറ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലായി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇല്ല ഇവിടെ വഴങ്ങണ്ട എന്നുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഞാൻ മറുപടി പറയാം, അതിനുശേഷം അവസാനം നിർത്തിയിട്ട് പറയാം. അവസാനം നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഈ കാര്യത്തിനകത്ത് ഈ 1.9-ഉം 3.8-ഉം തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷനല്ല. ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ശ്രീ മാത്യു, മിനിസ്റ്റർ ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. മിനിസ്റ്റർ സംസാരിച്ചോ? ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഞാൻ ഈ കാര്യം പറയുമ്പോ ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യല്ലേ കഴിഞ്ഞ ദിവസം എക്സ് എന്ന് പറയുന്ന പഴയ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ആ 14ാം ധനകാര്യ കമ്മീഷനകത്ത് 42% ആക്കാൻ തീരുമാനിച്ചപ്പോൾ അത് 32 ആക്കണമെന്ന നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ കാര്യമല്ലേ വന്നത്? ആരാ പറഞ്ഞത്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സാർ. എന്ന് മാത്രമല്ല, കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞ അതെങ്കിലും കോൺഗ്രസുകാർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. കർണാടക ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞു. ശ്രീ ചിദംബരം, ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ, ശ്രീ ചിദംബരം ഉൾപ്പെടെ പറഞ്ഞു. സാർ, ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ രംഗത്തെ കടന്നുകയറ്റോ പിടിച്ചു കുറയ്ക്കുന്നതാണ്. അത് പറയണ്ടേ നമ്മള്? സാർ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ പണം കുറച്ചു സാർ. ഇവിടെ റിസർവ് ബാങ്കിന്റെ ഞങ്ങളുടെ കണക്കെങ്ങാണ്, ഞങ്ങളുടെ LDFന്റെ ഏതാണ്ട് റിപ്പോർട്ടാണെങ്കിൽ അതിനകത്ത് ഈ ഗ്രാന്റ് കുറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ളത് അങ്ങ് ചിലപ്പോൾ തർക്കിക്കും. റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് ആണ് സാർ. ഗ്രാന്റ് ഫ്രം ദി സെന്റർ കേരളത്തിന് 30,000 കോടിയിൽ നിന്ന് 15,000 കോടിയിലേക്കാണ് ഈ വർഷം വരുന്നത്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിന് കിടപ്പുണ്ട് 34,000 കോടിയിൽ നിന്ന് 44,000 കോടിയിലേക്ക്. ഇത് വേറെ ചില സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഈ 10,000, 20,000 ഒന്നുമല്ല വർധന സാർ. ഇത് സംസ്ഥാനത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പ്രതിപക്ഷം പറയുന്നത് അതേപോലെ അംഗീകരിച്ചു പോണോ സാർ? ഇക്കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടാനുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഗ്രാന്റ് കുറച്ചു. GSTയുടെ മറ്റു കാര്യങ്ങളുടെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പലതവണ ചർച്ച ചെയ്തതാ. അപ്പൊ ഈ സ്റ്റേറ്റുകൾക്ക് നമുക്ക് തരാനുള്ള ഈ തരത്തിലുള്ള വലിയ ഫണ്ട് തരാനുണ്ട് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കണ്ടേ സാർ? ഇതിന്റെ ഭാഗമായിട്ട് എന്താ 50,000 കോടിയുടെ പറഞ്ഞല്ലോ സാർ. അങ്ങ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെയും അതുപോലെ നയനാർ ഗവൺമെന്റിന്റെയും പഴയ VS ഗവൺമെന്റ് എല്ലാം കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ട്രഷറിയിൽ നിന്ന് നമ്മൾ ട്രഷറി കിടക്കുന്ന പണത്തിന് നമ്മുടെ കടമായിട്ട് കൂട്ടിയിട്ടില്ല. ഇപ്പൊ എങ്ങനെ 2017 മുതൽ ട്രഷറി കിടക്കുന്ന പണം അത് നമ്മൾ ഓരോ വർഷം കടമായിട്ട് കുറച്ചെടുക്കും എന്നൊരു കണക്കാണ്. അങ്ങനെ എത്ര പോയെന്നറിയോ? 1,07,000 കോടി രൂപ. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ ഈ വർഷം സാർ 13,000 കോടിയാണ് നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 13,000 കോടി എടുത്തിട്ടില്ല, 6,000 കോടി എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. അതുകൊണ്ട് AGയുടെ റിപ്പോർട്ടുണ്ട്, കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. 4,000 കോടിയും കൂടെ അങ്ങനെയാണ് തരാം. ഞങ്ങൾ ശരിക്കും 6,000 എടുത്തിട്ടുള്ളൂ. 7,000 കോടിയുടെ തരണം. അത് തരുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം കോടതിയിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഫയലിംഗ് ഇങ്ങനെ നീങ്ങുന്നില്ല അവിടുന്ന്. ആ ഇല്ല 1,07,000 ചില്ലാനോ ഇതിനകത്ത് കണക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ ഉള്ള ഒരു ഗവൺമെന്റിനും ഈ ട്രഷറിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ കടത്തിന്റെ പരിധി കൊണ്ടുവരത്തില്ല. ട്രഷറിയിലെ ഈ പരിധി കൊണ്ടുവന്നില്ലായിരുന്നേ 13,000 കോടി അത് മാത്രം ഇപ്പോൾ എടുക്കാം ബോറോയിങ് സാർ. ഈ 13,000 കോടി പോയിട്ട് അതിലും താഴെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ബാധ്യത. രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ PWD കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 15,000 കോടി എന്ന് പറഞ്ഞല്ലോ. കൃത്യമായി ട്രഷറിയിലെ കണക്കാണല്ലോ ഞാൻ പറഞ്ഞ 1,030, 1,200 കോടിക്കടുത്ത്
സർ ചെറിയ കുറെ കടം ഇല്ലെന്നല്ല, ഇതൊന്നും എല്ലാം ഇല്ലെന്നല്ല. പക്ഷെ നവംബർ മാസം വരെ ഉള്ളതിനകത്ത് ഇനി ഒരു പണവും കൊടുക്കാനില്ല അവിടെ ഇതിനെല്ലാം ഉള്ളപ്പോ. സർ നമുക്ക് ഈ 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നു, അതിന്റെ എഫക്ട് എന്താ? സാധാരണഗതി 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ അതിന്റെ എഫക്ട് ഈ പറഞ്ഞ പണം ഓരോന്നും നമുക്ക് കിട്ടേണ്ടത് സാധാരണഗതി നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? ഈ 50,000 കോടി നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനും പിന്നെ ശമ്പളവും ഒക്കെ ആയിട്ട് പോകും. സർ, 1 രൂപ നാട്ടിലേക്ക് പോയാൽ പല കണക്കുണ്ടെങ്കിലും ഏകദേശം 4 മടങ്ങ് റൊട്ടേറ്റ് ചെയ്യുന്ന 50,000 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം കോടിയുടെ എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതുവഴി സംസ്ഥാനത്ത് എത്രയോ പേർക്ക് വരുമാനം കിട്ടും, ജോലി കിട്ടും, സംസ്ഥാനത്തിന്റെ വരുമാനം കൂടി. ഇതാണ് സാധാരണ കണക്ക്. നിങ്ങൾ 10,000 കോടി താഴോട്ട് പോയാൽ അതിന്റെ എഫക്ട് സാധാരണ വരും. ഇത് സാധാരണഗതിയിൽ അറിയാവുന്നതാണ്. സാർ, ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു. സാർ, നമ്മളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ പറഞ്ഞതാണ്, RBIയുടെ റിപ്പോർട്ടില്. സാർ, നമ്മള് ഈ കാര്യമൊക്കെ ചെയ്ത് കിട്ടാനുള്ള വരുമാനം ഒന്ന് നികുതിയാണ്. ഒന്ന് നികുതിയാണ്. ഈ മിനിസ്ട്രിയിൽ മിനിസ്റ്റർ സംസാരിച്ചോ? പ്ലീസ് ശ്രീ മാത്യു, ബഹുമാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. ഇത് ശരിയല്ല. ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഇത് ശരിയല്ല. ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അവിടെ ഇരിക്കണം. പ്ലീസ് ശ്രീ അൻവർ അവിടെ ഇരിക്കണം. പ്ലീസ്. മിനിസ്റ്റർ സംസാരിച്ചോ? പ്ലീസ്. മിനിസ്റ്റർ സംസാരിച്ചോ? സാർ, നേരിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എണ്ണിച്ചപ്പോഴും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വഴങ്ങണ്ട. നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. സാർ, ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസിനകത്ത് പറയുന്ന ഒരു കണക്കുണ്ട്. സാർ, കേരളത്തിൽ സാധാരണഗതി ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം അങ്ങനെ: 1 സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി, 2 കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട അർഹമായ നികുതി, 3 നമുക്ക് എടുക്കാവുന്ന ബോറോയിങ്. അത് തന്നെ സാധാരണഗതിയിൽ ബോറോയിങ് എടുക്കാവുന്ന പരിധിക്കേ ഉള്ളൂ. സാർ, നമ്മുടെ നികുതി വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നല്ലതുപോലെ വാദിച്ച് പറയുന്ന ആളാണ്, അതിനൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. സാർ, കേരളം ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? സാർ, 1956 മുതലുള്ള ഗവൺമെന്റുകളുടെ കണക്ക്, അതിന് മുമ്പുള്ള 56 മുതലുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് 47,000 ചില്ലാനും കോടിയാണ് സാർ 2021 മാർച്ചിൽ വന്നത്. ശരിയാണ്, കോവിഡ് സമയത്ത് ഉള്ള സാമ്പത്തിക രംഗം അല്പം സജീവമല്ലായിരുന്നല്ലോ. എന്തായാലും 47,000 കോടി ഉണ്ടായിരുന്നുള്ളല്ലോ. സാർ, 2 വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ആ 47,000 കോടി എന്നുള്ളത് 71,000 കോടിയായി. സാർ, ഇപ്പോ ഇന്ത്യയിലായുള്ള എക്കണോമിക്ക് ബാധ്യത പിന്നെ പ്രശ്നമുണ്ട്. ഇപ്പം 1-2 സ്റ്റേറ്റിന്റെ കണക്കൊക്കെ അങ്ങ് പറഞ്ഞു. അന്തർദേശീയമായിട്ടുള്ള കണക്ക് നോക്കിയാൽ 1% പോലും ഇല്ല ഗ്രോത്ത്. ഇന്ത്യയിലായ ഗ്രോത്തിന്റെ പ്രശ്നമുണ്ടെന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ആ വർധന എന്നും അതേപോലെ വരുമെന്നല്ല. പക്ഷേ ഈ 2 വർഷം കൊണ്ട് സാർ 47,000 കോടി ഉണ്ടായിരുന്നത് കേരളത്തിൽ 71,000 കോടിയായി 50% വർദ്ധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പരസ്പരം സന്തോഷം ഉണ്ടാവുന്ന സാധ്യതയില്ല സാർ. റെക്കോർഡാണ് സാർ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, RBI സ്റ്റേറ്റ് ഫൈനാൻസസിൽ പറയുന്നു, എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ്സ് 2023-24 report highlights that the contribution of state own tax revenue (SOTR) to Kerala's overall tax revenue increases 78.7 for the post-COVID period of 21-23. By comparison, the average of all states was 65.4%. എന്നിട്ട് സ്റ്റേറ്റുകളുടെ പറയുന്നുണ്ട്. സർ, ഈ സ്റ്റേറ്റുകളിലെ UP 54, UP 54, MP 51, ഒറീസ 53, ബീഹാർ 29.4, വെസ്റ്റ് ബംഗാൾ 54, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെയും കണക്കുണ്ട് സാർ. നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചൂടെ? സർ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിന് പോയി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫിലിം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ, മലൈക്കോട്ട വാലിബൻ. സ്പീക്കർ എല്ലാ സിനിമയും കാണുന്ന ആളായതുകൊണ്ട് മലൈക്കോട്ട വാലിബൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടുത്തെ എക്സ്പീരിയൻസ്. ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു ഉൾഗ്രാമം, അവിടെ ആശുപത്രിയിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട്. അവര്
പുറത്തേക്ക് പോകാൻ വിസയും ഇതെല്ലാം കിട്ടി, ജോലി കിട്ടി. അപ്പൊ അവർ ആ നാട്ടിൽ വേറെ ഒരാൾ, ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് പോയില്ല. ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ ഗുണം അറിയുന്നത്. ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, നല്ല സ്കൂളുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എല്ലാ സമാധാനമുണ്ട്, എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന സാർ, കേരളത്തിനകത്ത് ഈ ഒരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് സാർ ഇന്ത്യയിലെ 24 ഇനങ്ങളിൽ നമുക്ക് ഒന്നാം സ്ഥാനം. നമ്മുടെ പിന്നെ നീതി ആയോഗിന്റെ എല്ലാ പരിശോധനയിലും അതിദരിദ്രരുടെ കണക്ക് 0.55 നിന്ന് 0.48 വന്നു. സാർ 5 ലക്ഷം പേർക്ക് സ്വന്തമായി വീട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്ത്, ഈ കേരളത്തിലല്ലാതെ എവിടെ കാണും സാർ? വിഴിഞ്ഞം മുതൽ അങ്ങ് കാസർഗോഡെ ബഹുമാനപ്പെട്ട മെമ്പർമാർ സംസാരിക്കുമ്പോ, എനിക്ക് മഞ്ചേശ്വരം മെമ്പറും കാസർഗോഡ് മെമ്പറും സംസാരിക്കുമ്പോ, ഇവിടെ ഞാൻ മന്ത്രിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ സഭയിലേക്ക് വന്ന ആദ്യ ഘട്ടത്തിൽ സംസാരിക്കുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങളും പുരോഗതി അവിടെ വന്നു എന്നുള്ള തരത്തിലാണ്. ഞാനത് അവിടെ കിട്ടിയ പണം അവിടുത്തെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തും. സാർ, ആ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണണം. അതുകൊണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്ന് റിപ്പോർട്ട് വന്നു. മിനിഞ്ഞാന്ന് വന്ന റിപ്പോർട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകെ പ്ലാനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനും നോൺ പ്ലാനും ചേർത്ത് നടത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ സാർ. വലിയ വർധനയാണ് സാർ. ഇങ്ങനെ പല മേഖലകളിലെ കണക്ക് വരുന്നുണ്ട്. അവിടെ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് നമ്മൾ ഇത്രയും പിരിക്കേണ്ടി വന്നു. സാർ, ഇങ്ങനെ ഓൺ ടാക്സ് പിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണം വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണത്തിനകത്ത് നേരത്തെ 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ റെസീസിന്റെ 54% നമ്മളും 46% സെന്ററുമായിരുന്നെങ്കിൽ ഈ വർഷം 29% സെന്റർ തരുന്നുള്ളൂ. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പൊ കേരളത്തിനോട് ഈ ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു. കേരളത്തിലെ അടുത്ത തലമുറയെ ബാധിക്കും, ഇത് നമ്മുടെ എക്കണോമി ആകെ ബാധിക്കും എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തെല്ലാം ഇതുണ്ട്. എന്നിട്ട് തന്നെ ഇതിനകത്ത് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഫ്ലിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് 2027 ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അടിസ്ഥാന രംഗത്തെ വികസനം എല്ലാം കാരണം നമ്മുടെ വികസനം ഇതിനെ കുതിച്ചു കയറുന്ന കണക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡെപ്റ്റിന്റെ ബാധ്യത പറയും. സാറിന് ഈ കടത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ അതും ആവർത്തിക്കേണ്ട കാര്യമില്ല. കടം ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു 29% ഡെപ്റ്റ് നമ്മുടെ GSDP ആയിട്ടുള്ള പെർസെന്റേജ് 39 അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 39 താഴോട്ട് 2 പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പൊ 35 വരും. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് 50 കൂടുതലാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ആകെ ബോറോയിങ് അതിനകത്ത് പാർലമെന്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് 40% ആണ് സാർ അവരുടെ ആകെയുള്ള കടം. ആകെ അവിടെ പറഞ്ഞിട്ടുള്ള ശ്രീ ഡോക്ടർ ശിവദാസന് കൊടുത്ത, ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൊടുത്ത മറുപടിയിൽ സാർ അവരുടെ ആകെ കടം 17.99 lakh crore from various sources in financial year 2023-24, mainly to finance is fiscal deficit. This amount is about 40% of the total net size of the union budget. 45.39 ലക്ഷം കോടി ഉള്ളതിന്റെ 40% കടമാണ്. നമുക്ക് 20% അടുത്തേ ഉള്ളൂ. നമ്മുടെ ഈ കടം ഇത് ബഡ്ജറ്റ് സൈസാണ്, രണ്ടും രണ്ടാണ്. അപ്പോ ഈ ബഡ്ജറ്റ് സൈസാണ്, ആ കടം പരിശോധന നോക്കിയാൽ മതി. എന്തായാലും ഈ കണക്കെല്ലാം ബഡ്ജറ്റ് രേഖയിലുള്ളതാണ്. പ്ലീസ് റോജി പ്ലീസ് സാർ, ഇത് കള്ളക്കണക്കൊന്നുമല്ല. നേരത്തെ കണക്കിന് സംശയം ചോദിച്ചല്ലോ. എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ 3.89 എന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷന്റെ കുറവ് വന്നപ്പം അന്നത്തെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഈ വർഷമാണ് 21,000 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് 18,000 കോടിയുടെ കുറവുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ട് 12,000 കോടി കുറവുണ്ട്. നഷ്ടപരിഹാരം നിർത്തേണ്ടതായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അത് വേറെ കാര്യം. റവന്യൂ കമ്മി ഗ്രാന്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ളതാണ് 8,400 കോടിയുടെ കുറവ്. അതുപോലെ വായ്പാ അനുമതി, പലതരത്തിലുള്ള വായ്പാ അനുമതി നിഷേധിച്ചത് 19,600 കോടി. ഈ കോടി ഇത് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ട് സുപ്രീം കോടതിയിലും മറ്റുമെല്ലാം ആർഗ്യുമെന്റ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ ഒരാൾ ആർഗ്യൂ ചെയ്തു, ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല, ഇവരെല്ലാം ചെയ്തത് ന്യായമാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു. സാർ, അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ, കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ
എത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട്. ആ മണ്ഡലത്തില് അല്ല, ഞാൻ പത്രവാർത്തയാണ് സാർ, അതുകൊണ്ട് വേറെ രേഖയല്ല, പത്രവാർത്തയാണ്. 450 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കിൽ. സാർ ഇത് അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെ അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. നമ്മള് ഒരു കാര്യം വ്യക്തമായല്ലോ, LDF എന്ന് പറഞ്ഞാൽ UDF അല്ല, LDF UDF അല്ല, UDF ഉൾപ്പെടെ എല്ലായിടത്തും വികസനത്തിന് പണം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യമില്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്ന ഒരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളതുകൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. സാർ ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യമുണ്ട്. ഇനിയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നോ, മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ, മനോരമ പത്രത്തിലാണല്ലോ സാധാരണ, മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സാർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമന നിരോധനം? 3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ, ഞങ്ങളിതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിലും നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോ. എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാ. 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോ ഈ സർക്കാർ വന്നിട്ട് 4,800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവരും കൂടെ പറയട്ടെ. സാർ, ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ആ ഒരു സമീപനമൊന്നും ഇല്ല. അങ്ങനെ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറഞ്ഞത്, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു കാര്യത്തിന്റെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനകത്ത് ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ, അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റൂന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല. ടാക്സിന്റെ കാര്യത്തിനകത്ത് അങ്ങ് പറഞ്ഞു, ഓരോന്നും ഞാൻ എടുത്ത് പറഞ്ഞു. ടാക്സിന്റെ കാര്യത്തിനകത്ത് പലതവണ പറഞ്ഞാണ് IGSTയുടെ കാര്യത്തിനകത്ത് നിലവിൽ നിയതമായ ഒരു നിയമം അനുസരിച്ചിട്ട് അല്ല, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങള് ഈ കണക്കുകളൊക്കെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടെ ഞാൻ തന്നെ പോയി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരേണ്ടതാണെന്നൊക്കെയുള്ള ഡിസ്കഷൻ നടത്തിയതാണ്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കണക്കില്ല സാർ. ഉദാഹരണം പറയാം, കഴിഞ്ഞ മാസം 320 കോടിയോളം രൂപ IGST നമുക്ക് വരേണ്ടതിൽ നിന്ന് വെട്ടി. എന്താ കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഞാൻ കർണാടക ചീഫ് മിനിസ്റ്റർ പറയാം, അദ്ദേഹം അവിടുത്തെ ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ 300 ചില്ലാനും കോടി, അവർക്ക് 300 അല്ല 600 കോടിയോളം ഉണ്ട്, എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞു ഇനി അടുത്ത മാസം കട്ട് ചെയ്യുന്നു. ഏതായാലും അടുത്ത മാസം കട്ട് ചെയ്തില്ല. ഇങ്ങനെ സാർ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളോട് വരുന്നുണ്ട്. ഈ IGSTയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഉള്ള പരിമിതിയുണ്ട്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ എങ്കിൽ പോലും ഈ നടപ്പിലാക്കിയതിനേക്കാളും വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, GST പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സാർ, ഇപ്പോഴും ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്കുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ GST ഒന്ന് സിസ്റ്റമാറ്റിക് ആവുന്നത് വരെ കോമ്പൻസേഷൻ നീട്ടണം. ഞങ്ങളുടെ കേരളത്തിന്റെ കുഴപ്പം കൊണ്ടല്ലോ, ഈ GST സമ്പ്രദായത്തിനകത്തെ IT സിസ്റ്റത്തിനകത്തെ കുഴപ്പമുണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചതിന്റെ കാര്യം അതാണ്. അത് നീട്ടുന്നതിന് തയ്യാറായിട്ടില്ല സാർ. ഇവിടെ ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്.
കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സാർ, ഇനിയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഈ ഇംപ്രൂവ്മെന്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ദൂർത്തിന്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് സാർ. സാർ, ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? കേരളത്തില് നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാറ് KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിന്റെ ഒരു സാധാ ബസ്. സാർ, ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ, ഇപ്പോ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിന്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ. പക്ഷെ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഏതായാലും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി, ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി, MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10,000 ആളുകളടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ടു കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എഴുത്തിന് പണിയാൻ? എഴുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാ പറയുന്നത്. കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്. റോസ് ഹൌസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എഴുത്തിന് മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക്. എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്, അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്.